ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ കൃഷ്ണഭക്തി ആയിട്ടുള്ള ജസ്ല സലീം എന്ന വ്യക്തി ആത്മഹത്യക്ക് ശ്രമിച്ച് നമ്മുടെ കോഴിക്കോടുള്ള അത്തോളിയിൽ പ്രവർത്തിക്കുന്ന മലബാർ മെഡിക്കൽ കോളേജിൽ ICUയിൽ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തേക്കാണ്. ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത് കുറച്ച് സീരിയസ് ആണെന്നാണ്. ഇതിനൊക്കെ കാരണം ആരാ ഗൈസ്? നമ്മളിൽ ഓരോരുത്തരുമാണ്. വെറും ഒരു ചിത്രം വരയുടെ പേരിൽ അതിനകത്ത് മതതീവ്രവാദവും മതവിദ്വേഷമൊക്കെ കൂട്ടിക്കലർത്തി ഒരു വ്യക്തിയുടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് നമ്മൾ ഇല്ലാതാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മളിൽ ഓരോരുത്തരും ഇതിന് ഉത്തരവാദികളാണ്. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് വേറൊരു വശത്ത്. നമ്മളിൽ ഒരാൾ പോലും പാപം ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളെ ക്രിസ്തീയ മതവിശ്വാസത്തിലുള്ള യേശുദേവൻ പറഞ്ഞ പോലെ, നിങ്ങളിൽ ഒരാൾ പോലും പാപം ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ, നമ്മളിൽ ഒരാൾ പോലും ഒരു തെറ്റും ചെയ്തില്ല. നമ്മൾ ഓരോരുത്തരും 100% പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജസ്ല സലീം എന്ന വ്യക്തിനെ ക്രൂശിക്കാൻ നമുക്ക് അവകാശമുള്ളൂ, അല്ലേ? വെറും ഒരു ചിത്രം വരയുടെ പേരിൽ അതിനകത്ത് മതവിദ്വേഷം കൂട്ടിക്കലർത്തി ആ കുട്ടീനെ ഓരോ ദിവസവും സൈബർ ആക്രമണം ചെയ്ത്, ഹറാസ് ചെയ്ത്, ഇൻസൾട്ട് ചെയ്ത്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു 4 ദിവസം മുന്നേ ആ കുട്ടിയുടെ വീടിൻ്റെ കുറ്റിയടിയായിരുന്നു. പുതിയൊരു വീട് വെക്കാനുള്ള തുടക്കമായിട്ടുള്ള അതിൻ്റെ കുറ്റിയടിയായിരുന്നു. ആ വീഡിയോയിൽ ആ കുട്ടി എന്തോ ഒരു ഹാപ്പിയാണെന്നറിയൂ. ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് ആ കൊച്ചു ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളത് ജസ്ല സലീം എന്ന വ്യക്തി. എന്തിനാണ് ഗൈസ്? ഇപ്പോൾ ഈ ചിത്രം വരയുടെ പേരിൽ അവളുടെ കരിയറിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വശത്ത് ഒരു ഭാഗം ആൾക്കാർ നിൽക്കുന്നു. മറുവശത്ത് അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മതത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ. എന്ത് തന്നെ ആയാലും ലാസ്റ്റ് ആ കൊച്ച് ആത്മഹത്യയുടെ വക്കിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, കുറേ പേരൊക്കെ അറിഞ്ഞു വരുന്നു. 2019 ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു റേപ്പ് അറ്റംപ്റ്റ് നടന്നു എന്ന് പറഞ്ഞിട്ട് ജസ്ല സലീം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ജസ്ല സലീമിൻ്റെ മകൻ പഠിക്കുന്ന മദ്രസയിൽ നിന്നും ആ കൊച്ചിനൊരു സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകുകയും അത് ചികിത്സിക്കാൻ എന്നവണ്ണം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ജസ്ല സലീമും മോനും എത്തിപ്പെടുകയാണ്. അപ്പോൾ ആ ഡോക്ടർ വ്യാജനാണെന്ന് ഈ ജസ്ല സലീം പിന്നെയാണ് അറിയുന്നത്. അപ്പോൾ ആ ഡോക്ടറിൽ നിന്ന്, അന്യമതത്തിൽപ്പെട്ട ഒരു ഡോക്ടർ, അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു ഡോക്ടറാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഡോക്ടർ ജസ്ല സലീമിനെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് ജസ്ല സലീം പറയുന്നത്. അപ്പോൾ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കുറച്ച് ഇഷ്യൂസും, ഈ ഒരു റേപ്പ് അറ്റംപ്റ്റ് നടത്തി എന്ന് പറയുന്ന സാഹചര്യത്തിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജസ്ല സലീമിൻ്റെ ഈ ഡോക്ടർ കൈക്കലാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ജസ്ല സലീമിനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയട്ടെ. 2019 ഈ റേപ്പ് ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ സംഭവം നടന്നത്. അപ്പം അതിനുശേഷമാണ് ജസ്ല സലീം അവളുടെ ഒരു ചിത്രം വരയ്ക്കുന്ന ഒരു കല ഉപയോഗിച്ചിട്ട് അവൾ ഫേമസ് ആയത്. അപ്പം മേ ബി ആ സമയത്ത് ഈ ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടാവും, ജസ്ല സലീം ഇപ്പോൾ ഫേമസ് ആയിട്ടുണ്ടല്ലോ, അപ്പം ഈ ഒരു സംഭവം ഇവൾ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞാലോ എന്നുള്ള പേടി കാരണമായിരിക്കാം ഈ ജസ്ല സലീം ഹണി ട്രാപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ മാക്സിമം ഹറാസ് ചെയ്ത് സമൂഹത്തിൽ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ശ്രമിച്ചത്. എന്ത് തന്നെ ആയാലും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട്, ചാനലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഉസ്താദിൻ്റെ ഒരു ചാനലാണ്. അപ്പോൾ അതിനകത്ത് ജസ്ല സലീമിനെ ഭയങ്കര മോശമായിട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ ജേസ്, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് പെടാപ്പാട് പെടുന്നത്, അല്ലേ? ഈ ജസ്ല സലീം എന്ന വ്യക്തി ആയാൽ പോലും ചിത്രം വര, അവൾക്കുള്ള ഒരു കഴിവിനെ അവൾ അത് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്ത് ജീവിക്കുന്നു. അതുപോലെ തന്നെയല്ല നമ്മളിപ്പോൾ ഈ ഉസ്താദ് എന്ന് പറയുന്ന ആ വ്യക്തി, അയാൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്നത് എന്തിനാ? അയാൾക്ക് അതിൽ നിന്ന് ഏണിങ്സ് കിട്ടണം. ആ പൈസ ഉപയോഗിച്ച് അയാൾക്കും ജീവിക്കണം. എല്ലാ മനുഷ്യന്മാരുടെയും മൗലികമായിട്ടുള്ള ഒരു ഇതാണ് എല്ലാവർക്കും ജീവിക്കുക, അവനവൻ ജീവിക്കാനുള്ള കാശ് അവനവൻ കണ്ടെത്തുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഇത് തന്നെയാണ്. അപ്പം അത് തന്നെയാണ് എല്ലാ മനുഷ്യന്മാരും ചെയ്യുന്നത്. ജസ്ലി അത് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ ഇത്രയും ക്രൂശിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്ല സലീമിന്, അല്ലേ? അപ്പം എന്ത് തന്നെ ആയാലും ഇനിയെങ്കിലും ഇതുപോലുള്ള ഒരാൾക്കാരെ ആക്രമിക്കുന്നതിന് മുന്നേ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. നമ്മളിൽ എല്ലാവരും പെർഫെക്റ്റ് ആണോ? അല്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അതൊന്നും അവനവൻ്റെ വർക്ക് ചെയ്യുന്ന മേഖലയായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന അബ്ദുൾ റഹീം എന്ന് പറയുന്ന വ്യക്തി, പുള്ളിക്കാരൻ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. നമ്മൾ ഈ ഒരു 34 കോടി എന്നൊരു വലിയ തുക നമ്മുടെ മുന്നിൽ വന്നപ്പോൾ പോലും ജാതിയും മതവും ഒന്നും നോക്കാതെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ തുക നമ്മൾ സമാഹരിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ ജസ്ല സലീം എന്ന വ്യക്തി കൃഷ്ണഭക്തി ആയിട്ട്
ഒരു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അന്യമതത്തിൽപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ വരയ്ക്കുന്നതാണ് ഇവിടെ വിഷയം. അതുകൊണ്ടാണ് ജസ്ല സലീമിനെ ആ മതത്തിൽപ്പെട്ടവരും സപ്പോർട്ട് ചെയ്യാത്തത് അല്ലേ? ഇതൊക്കെ ശരിയാണോ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ ഭൂമിയിൽ. അപ്പോൾ ഗൈസ് ബൈ.